ഒരു പടകൊണ്ടാകാന വണ്ടിയാണ് കേട്ടോ. ഈ ഒരു സംഭവം കാണാത്ത ഒരുപാട് പേരുണ്ട്. ഈ വണ്ടി കണ്ടിട്ട് എല്ലാവർക്കും ഒരു സംഭവം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇവിടെ നമ്മള് അകത്തേക്ക് കയറും കേട്ടോ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ യാത്രയിൽ ഞങ്ങൾ കണ്ടൊരു കാഴ്ചയാണ് നമ്മുടെ കാഞ്ഞങ്ങാടിൽ, അതായത് കാസർഗോഡ് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ ഒരു വലിയൊരു വണ്ടി വന്നിരിക്കുന്നത്. അതായത് ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാനും അമ്മ നോക്കി ഇത് എന്ത് സംഭവമാണ്. അപ്പോഴാണ് ഇതാ ഇവിടെ കാണുന്നത് ബോച്ചൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചലിക്കുന്ന ഒരു ജ്വല്ലറിയാണ് കേട്ടോ. ഈ ഒരു സംഭവം കാണാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ ഈ ഒരു സംഭവം കാണിക്കുന്നത് കേട്ടോ. ഈ ഒരു വണ്ടിയാണ് ആദ്യം കാണേണ്ടത് കേട്ടോ. അതായത് 1, 2, 3, 4, 5, 6 ലെയർ ആയിട്ടാണ് ടയർ കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ. അതെ അതെ അതെ, ഇതാ ഇവിടെ ക്യാമറയും കാര്യങ്ങളും എല്ലാം, എന്താ മുകളിലെല്ലാം ക്യാമറയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ ഡോറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തന്നെ ഫുൾ 2 AC കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം എന്താ ഇവിടെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവഴിയാണ് കേട്ടോ കയറുന്നത്. വണ്ടിയുടെ ഫ്രണ്ട് ഭാഗമാണ് കേട്ടോ ഇത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പടകൊണ്ടാകാന വണ്ടിയാണ് കേട്ടോ. പറക്കും ജ്വല്ലറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിലാണ് കേട്ടോ ഇവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് ലൊക്കേഷൻ ഇപ്പം നിൽക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് കേട്ടോ ഈ ബസ്, ഇവിടെ ഈ ഒരു വണ്ടി നിൽക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അകത്തേക്ക് കയറുകയാണേ. ഈ ഏരിയയിലുള്ള ആൾക്കാരെല്ലാം വന്ന് കയറി ഇതിനകത്ത് നോക്കുന്നുണ്ട് കേട്ടോ, എന്താണ് സംഭവം എന്നൊക്കെ ഇതിൻ്റെ അകത്ത്. കാരണം ഈ ഒരു വണ്ടി കാണുമ്പോഴേ എല്ലാവരും കയറി നോക്കും. ഇവരെല്ലാവരും ക്ഷണിക്കുന്നുണ്ട് കേട്ടോ, അകത്ത് കയറി ഒന്ന് വന്ന് കണ്ടോ നോക്കിക്കോളൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. ഇതാ ഇത് കണ്ടോ, ഈ രീതിയിലാണ് ഇതിൻ്റെ ഡോറും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുക കേട്ടോ. നമ്മൾ അകത്തേക്ക് കയറുക കേട്ടോ, ഡോറ് തുറന്ന് കയറുവാണ്. അകത്തേക്ക് കയറുമ്പോഴത്തേന് ഇതിൻ്റെ ഒരു ഇന്റീരിയറും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, വൺ സെറ്റപ്പാണ്. ഒരു അതായത് ജ്വല്ലറിയിൽ കയറുന്ന ഒരു ഫീൽ തന്നെയാണ് കേട്ടോ. കണ്ടില്ലേ ഇന്റീരിയറും കാര്യങ്ങളും. ഇവിടെ എന്താണ് ഉള്ളത്? ഇത് നമുക്ക് ഫുൾ സിൽവറിന്റെ ആഭരണങ്ങളാണ്. ലൈറ്റ് വെയിറ്റ് സിൽവറിന്റെ ആഭരണങ്ങൾ, ഫാൻസി വർക്കാണ്. പുറത്തെവിടെയും കിട്ടാത്ത മോഡലൊക്കെ നമുക്ക് കളക്ഷൻസ് ഉണ്ട്. അപ്പം ഇത് എത്ര ദിവസം ഉണ്ടാവും? ഇവിടെ ഒരു 10 ദിവസം ഉണ്ടാവും. എല്ലാ സിറ്റിയിലും ഉണ്ട്. ഓരോ ടൗണിൽ പോയിട്ട് നമ്മൾ ആൾട്ട് ചെയ്യുന്നത്. എങ്ങനെയുണ്ട് ആൾക്കാരുടെ ഫീഡ്ബാക്ക്? നല്ല റെസ്പോൺസ് ആണ് വരുന്നത്. വണ്ടി കണ്ടിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് അട്രാക്ട് ചെയ്യുന്നതാണ്. കയറിയതിനു ശേഷം സിൽവറിന്റെ ആഭരണങ്ങൾ വാങ്ങിയിട്ട് പോകും. അതെ അല്ലേ. എങ്ങനെയുണ്ട് ഇവിടെ നമ്മുടെ കാസർഗോഡ് വന്നിട്ട്? കാസർഗോഡ് അടിപൊളിയാണ്. ആൾക്കാരൊക്കെ റെസ്പോൺസ് ഒക്കെ നല്ല റെസ്പോൺസ് ഉണ്ട്. നല്ല തിരക്കുണ്ട്. ഉച്ച ടൈം ആയതുകൊണ്ട് കുറച്ച് തിരക്കാണ്. രാവിലെ വൈകിട്ട് നല്ല തിരക്കുണ്ടാവും. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം കേട്ടോ. ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സംഭവമാണ് കേട്ടോ. കാരണം ഇത് ആ ജ്വല്ലറിന്റെ ഒരു ഫീൽ ഈ ഒരു വണ്ടിക്കകത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ സെക്ഷനിലും ഉണ്ട് കേട്ടോ. കണ്ടോ, അതാ ഇവിടെ ഒരു ബ്രോ ഉണ്ട്. ബ്രോ ഹായ്, എന്താ പേര്? എവിടെ സ്ഥലം? എവിടെ? ഞാൻ ഇവിടെ തന്നെ. എങ്ങനെയുണ്ട് ഇവിടുത്തെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ? ഇന്നാണ് സ്റ്റഡി. ആൾക്കാർ റെസ്പോൺസ് ഫസ്റ്റ് ഇവിടെ വന്ന് നിന്നപ്പോൾ തൊട്ട് ആൾക്കാർ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ടോ? എല്ലാവരും ഇത് ഓർണമെന്റ്സ് ഒക്കെ കാണാനാണ് മേടിക്കുന്നുണ്ടോ? വണ്ടി കണ്ടിട്ടാണ് മെയിൻ ആയിട്ടുള്ളത് അല്ലേ? അപ്പം കണ്ടില്ല, ഇതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ ശരിക്കും പറയുന്നത് ജ്വല്ലറി മാത്രമല്ല, നമ്മൾ സാധാരണക്കാരൊക്കെ കയറും, എല്ലാവർക്കും കയറി ഇതിൻ്റെ അകത്തുള്ള സംഭവങ്ങളെല്ലാം കാണാൻ പറ്റും. അതിൻ്റെ വലിയൊരു സംഭവം എന്ന് വെച്ചാൽ വലിയ നമ്മുടെ ക്യാരവാനില്ല, അതിനകത്ത് കയറുന്ന ഒരു ഫീലാണ് കേട്ടോ. പിന്നെ ഇതുപോലെ തന്നെ നമുക്ക് ചുറ്റും നമുക്ക് നമ്മുടെ ടൗണും സിറ്റിയും ഒക്കെ കാണാം കേട്ടോ. പിന്നെ ഫുൾ AC ആണ്. അപ്പോൾ അതുകൊണ്ട് നല്ല കൂളിങ്ങുമാണ് ഇതിൻ്റെ അകത്ത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് പേര് കയറിയിട്ട് ഇത് കാണുകയും ആസ്വദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. മെയിനായിട്ട് ഈ ഒരു വണ്ടി കാണാനാണ് കേട്ടോ എല്ലാവരും വരുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ്. ആൾക്കാരൊക്കെ നോക്കി ഇതെന്താ സംഭവം എന്ന് നോക്കിയിട്ട് പോകുന്നുണ്ടോ. വരുന്നവരെല്ലാം നോക്കുന്നുണ്ട്. വരുന്നവരൊക്കെ ഇവിടെ മെല്ലെ സ്റ്റോപ്പ് ആക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഈ വണ്ടി കണ്ടിട്ട് എല്ലാവർക്കും ഒരു സംഭവം എന്നുള്ള രീതിയിൽ എല്ലാവരും ഇവിടെ വരുന്നവരൊക്കെ ഇതിൻ്റെ അകത്തും അതുപോലെ തന്നെ പുറത്തും എന്തൊക്കെയാണ് സംഭവങ്ങൾ, വണ്ടിയും എല്ലാം ഫോട്ടോ എടുത്താണ് നിൽക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഇത് ചുറ്റും ഈ ഒരു വണ്ടിയുടെ ഒരു രീതി കണ്ടോ. ഇതുണ്ടോ, ചേട്ടന്മാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടോ, എല്ലാവരും നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ. ഈ ഒരു വണ്ടി കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അത്രയും വലിയൊരു വണ്ടിയാണ്. ഈ വണ്ടിക്കകത്ത് ഇത്രയും വലിയൊരു കളക്ഷൻ ഉണ്ടെന്ന് ആരും പറയത്തില്ല കേട്ടോ. ഈ വണ്ടിക്കകത്ത് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് അടിപൊളി തന്നെയാണ് കേട്ടോ. കാരണം എന്നാ പറയാ, നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുമ്പോഴത്തേനും അല്ലെങ്കിൽ നീ ഏതൊരു സിറ്റിയിലേക്ക് പോകുമ്പോഴും ഈ ഒരു സംഭവം കൊണ്ടിട്ടിട്ട് ഇതൊരു ജ്വല്ലറിയാന്ന് കാണുമ്പോഴത്തേനും എല്ലാവരും കയറി നോക്കും. ഷോപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല അല്ലേ? അതേപോലെ ഒരു വണ്ടി ഉണ്ട് നമുക്ക് തന്നെ സെറ്റ് ചെയ്ത്. അതെ, ഇത്രയും പോലെ വണ്ടി മേടിക്കണമെങ്കിൽ കോടിക്കണക്കില്ല. അതിന് അത് പറയരുത്. ഓക്കെ, എനിവേ നമ്മൾ വണ്ടിയുടെ വണ്ടിയല്ല, എനിവേ നമ്മളിവിടെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീട്ടിൽ കാണാം. ബൈ.